കാവിപ്പടയുടെ മുന്നണി പോരാളിയായി മാറിയ കെ അണ്ണാമലൈ ഒടുവിൽ ബി.ജെ.പിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്ന് കേൾക്കുന്നത്. സത്യം പറയട്ടെ, ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് വ്യക്തിപരമായി വലിയ ഞെട്ടലൊന്നും തോന്നിയില്ല. ഈ തീരുമാനമെടുക്കാൻ അദ്ദേഹം എന്തുകൊണ്ട് ഇത്രയും വൈകി എന്നതിൽ മാത്രമാണ് അത്ഭുതം. തമിഴ്നാട്ടിൽ ബി.ജെ.പി എന്ന പാർട്ടിക്ക് ഇന്നുള്ള അഡ്രസ് ഉണ്ടാക്കിയെടുത്തത് അണ്ണാമലയാണെന്ന് അദ്ദേഹത്തിന്റെ കടുത്ത ശത്രുക്കൾക്ക് പോലും സമ്മതിക്കേണ്ടി വരും. എന്നിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പാർട്ടി വേണ്ട വിധം പരിഗണിച്ചില്ല എന്നൊരു ആക്ഷേപം ശക്തമായിരുന്നു. ഓർമ്മയുണ്ടല്ലോ, അണ്ണാ-ഡി.എം.കെയുമായി സഖ്യമുണ്ടാക്കാൻ ബി.ജെ.പി കേന്ദ്ര നേതൃത്വം ശ്രമിച്ചപ്പോൾ അണ്ണാമലയെ തഴഞ്ഞു എന്ന തരത്തിൽ അന്ന് വലിയ വാർത്തകൾ വന്നിരുന്നു. എന്നിട്ടും അദ്ദേഹം പാർട്ടി വിട്ടില്ല. പകരം പാർട്ടിക്കായി രാപ്പകൽ പ്രചരണ രംഗത്തുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എന്താണ് പെട്ടെന്നൊരു മാറ്റം? ഇവിടെയാണ് യഥാർത്ഥ കളി തുടങ്ങുന്നത്. ഈ രാജിയെ വെറും ഒരു പിണങ്ങിപ്പോക്കായി മാത്രം കാണാൻ കഴിയില്ല, മറിച്ച് ഇതിനു പിന്നിൽ വലിയൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ഡൽഹിയിൽ നിന്നുള്ള ചില സൂചനകൾ പ്രകാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ബി.ജെ.പി നേതൃത്വത്തിനും തമിഴ്നാട് രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായ ചില ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ലഭിച്ചിരുന്നു. ദളപതി വിജയുടെ രാഷ്ട്രീയ പ്രവേശനം തമിഴ്നാട്ടിൽ വലിയൊരു തരംഗം സൃഷ്ടിക്കുമെന്നും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ടി.വി.കെ ഒരു വൻ ശക്തിയായി മാറുമെന്നുമായിരുന്നു ആ റിപ്പോർട്ട്. വിജയുടെ ഈ തേരോട്ടത്തെ ബി.ജെ.പിയുടെ കൊടുക്കിയിൽ നിന്നുകൊണ്ട് അണ്ണാമലൈ നേരിട്ടാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും അത് ഇതുവരെ അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഒരു മാസ് ലീഡർ പരിവേഷത്തെ വലിയ മങ്ങലേൽപ്പിക്കും. പരാജയത്തിന്റെ ഭാരം മുഴുവൻ അണ്ണാമലയുടെ തലയ്ക്കാകും. ഇത് ഡൽഹിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഈ പടിയിറക്കം ഒരു വലിയ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് കരുതേണ്ടി വരും. ബി.ജെ.പിയുമായി പരസ്യമായി ഉടക്കിയോ ചെളിവാരിയെറിഞ്ഞോ അല്ല അദ്ദേഹം പടിയിറങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് വരെ പാർട്ടിക്കൊപ്പം ശക്തമായി നിന്ന ശേഷം തമിഴ്നാട്ടിൽ വിജയെ എതിർക്കാൻ ആളില്ല എന്ന വാദം ഉയർത്തിക്കാട്ടിയാണ് ഈ മാറ്റം. ഈ ഗൂഢാലോചന സിദ്ധാന്തത്തെ ശരിവെക്കുന്ന മറ്റു ചില യാഥാർത്ഥ്യങ്ങളും കൂടിയുണ്ട്. ഒന്നാമതായി, ദ്രാവിഡ രാഷ്ട്രീയം വേരുറച്ച തമിഴ്നാട്ടിൽ ബി.ജെ.പിയുടെ ലേബലിൽ നിന്നുകൊണ്ട് പരമാവധി എത്താൻ കഴിയുന്നതിന്റെ അങ്ങേയറ്റം അണ്ണാമലൈ എത്തിക്കഴിഞ്ഞു. അവിടെ കേവലം ഹിന്ദുത്വ രാഷ്ട്രീയം മാത്രം പറഞ്ഞ് വോട്ട് പിടിക്കാൻ പരിമിതികളുണ്ട്. എന്നാൽ ബി.ജെ.പി ബന്ധം ഉപേക്ഷിച്ച് അണ്ണാമലൈ സ്വന്തമായൊരു പാർട്ടി രൂപീകരിച്ചാൽ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യാൻ മടിക്കുന്ന, എന്നാൽ ഡി.എം.കെയെയും അഴിമതിയെയും എതിർക്കുന്ന വലിയൊരു വിഭാഗം യുവാക്കളുടെയും നിഷ്പക്ഷരുടെയും വോട്ട് പിടിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. ഇത് വിജയുടെ വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ വീഴ്ത്താനും സാധ്യതയുണ്ട്. ബി.ജെ.പി വിടുന്ന അണ്ണാമലയ്ക്ക് വേണമെങ്കിൽ നേരെ പോയി വിജയുടെ ടി.വി.കെയിൽ ചേരാമായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹം അത് ചെയ്യുന്നില്ല? തമിഴ്നാട്ടിൽ സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ അണ്ണാമലൈ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ പുതിയ പാർട്ടി വളർന്നു കഴിഞ്ഞാൽ അത് ചെന്നെത്താൻ പോകുന്നത് NDA പാളയത്തിൽ തന്നെയാകും. അതായത് ബി.ജെ.പിയുടെ ചിഹ്നത്തിൽ മത്സരിച്ചാൽ കിട്ടാത്ത വോട്ടുകൾ അണ്ണാമലൈ എന്ന ഒറ്റയാൾ സ്വന്തം ചിഹ്നത്തിൽ മത്സരിച്ച് നേടുകയും ചെയ്യും. ഭാവിയിൽ ബി.ജെ.പിക്ക് തന്നെ ഗുണകരമായി മാറുകയും ചെയ്യുന്ന ഒരു തന്ത്രം. ചുരുക്കത്തിൽ, വിജയുടെ മുന്നേറ്റത്തിന് തടയിടാനും ഭാവിയിൽ തമിഴ്നാട്ടിൽ NDAക്ക് കരുത്ത ഒരു പ്രാദേശിക സഖ്യകക്ഷിയെ ഉണ്ടാക്കിയെടുക്കാനുമുള്ള ബി.ജെ.പിയുടെ ബുദ്ധിപരമായ നീക്കമാണോ അണ്ണാമലൈയുടെ ഈ പുറത്തുപോകൽ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അണ്ണാമലൈയുടെ നീക്കത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതൊരു ബി.ജെ.പി തന്ത്രമാണോ അതോ യഥാർത്ഥത്തിലുള്ള പടിയിറക്കമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.